ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളി ബനാന മിൽക്ക് ഡെസേർട്ടാട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് വേണ്ടത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ തന്നെ ഒടിച്ചെടുക്കുക. അതുപോലെ തന്നെ പുതുതായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ പഴം നന്നായിട്ട് ഒടിക്കുക. ഇതുപോലെ തന്നെ ഒടിക്കണം കേട്ടോ. പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് ഒടിച്ചെടുക്കാൻ കഴിയും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പാക്ക് പാലാണ്, 500 ml ഒരു പാക്ക് പാലാണ് കേട്ടോ. അത് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഞാനൊരു കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കോൺഫ്ലവറാണ്. പഞ്ചസാര എടുത്ത പാത്രത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ കോൺഫ്ലവർ എടുത്ത് നന്നായി എല്ലാം മൂന്നും കൂടി നല്ല മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒടിച്ച് വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ മിക്സ് ആയതിന് ശേഷം ഗ്യാസ് ഓണാക്കി പാത്രം അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. നല്ലോണം ഒന്ന് കുറുകി വരട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കോൺഫ്ലവർ ഇട്ടുകൊണ്ട് പെട്ടെന്ന് കുറുകി കിട്ടും. ഇത് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇത് കോൺഫ്ലവർ ഇട്ടുകൊണ്ട് പെട്ടെന്ന് കുറുകി കിട്ടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അടി പിടിക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇങ്ങനെ കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒന്ന് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കുക. ഈ സമയത്ത് തന്നെ ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഭയങ്കര ടേസ്റ്റാണത്. ആ പഴത്തിൻ്റെ പാലിൻ്റെ ഒക്കെ ഫ്ലേവർ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പഞ്ചസാര ലൈനി ഉണ്ടാക്കുകയാണ് ഞാൻ. കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ കളറ് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഈ കളറായി വരുമ്പോൾ ഞാൻ കുറച്ച് അതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുത്തത്. നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി വെക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴമുണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അടിപൊളി കളറിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. അടിപൊളി ഡെസേർട്ട് തയ്യാറാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണേ. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.